പവിഴങ്ങൾ കൊണ്ടുള്ള കതകുകൾ. വാവ്! ഒരു വശത്തു നിന്ന് നോക്കുമ്പോൾ പിങ്കും മറ്റൊരു വശത്തു നിന്ന് നോക്കുമ്പോൾ വയലറ്റുമാണല്ലോ. അത് നേരെ നോക്കിയാൽ അത് വെള്ളയായിട്ടും തോന്നും, തൊട്ട് നോക്കുമ്പോൾ പച്ചയും നീലയുമായിട്ട് തോന്നും. ലൂക്ക, ഈ യെരുശലേം പട്ടണത്തിന്റെ ചുറ്റും 12 കതകുകളാണുള്ളത്. ഓരോ വശത്തും 3 വെച്ചുണ്ട്. ഭയങ്കര ആകർഷണീയമാണ് അല്ലേ? ഞാൻ ഇതൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ട്. യേശുക്രിസ്തു വളരെ നല്ലൊരു വാസ്തുശില്പിയാണല്ലേ? അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു വ്യക്തി നിൽപ്പുണ്ടായിരുന്നു. വരൂ ലൂക്ക, ഞാൻ നിന്നെ സ്റ്റീഫനെ പരിചയപ്പെടുത്തി തരാം. അദ്ദേഹത്തിന്റെ അങ്കി യോഹന്നാൻ ധരിച്ചതുപോലെ തന്നെയാണല്ലോ. ഞാൻ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ളത് കണ്ടിട്ടില്ല. പക്ഷേ എന്റേത് മുഴുവൻ വെള്ളയാണല്ലോ. അതെന്തുകൊണ്ടാണ്? ഹലോ സ്റ്റീഫൻ, ഞങ്ങൾക്ക് നിന്നെ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അങ്ങനെ നിന്നെ കണ്ടെത്തി. കർത്താവിന്റെ സേവകരെ, താങ്കൾ ഒരു മാലാഖയാണല്ലോ. നീ വീണ്ടെടുക്കപ്പെട്ടവനോ? നിന്റെ പേരെന്താണ്? എന്റെ പേര് ലൂക്ക. ഇത് എന്റെ മാലാഖ ഒറേൽ. അങ്ങേ കാണാൻ പറ്റിയത് ഞങ്ങൾക്ക് വലിയൊരു ബഹുമാനമാണ്. ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നല്ലൊരു സാഹസികത നിറഞ്ഞ യാത്രയാണല്ലോ. പരിശുദ്ധാത്മാവ് എന്റെ മേൽ വന്നു. അങ്ങനെ ഞാൻ യേശുവിനെ സ്വീകരിച്ചു. പ്രധാനപ്പെട്ട എന്റെ എല്ലാ കാര്യങ്ങളിലും യേശു എന്നെ വഴി നടത്തി. എന്റെ അവസാനം എത്തിയപ്പോൾ എന്നെ ശക്തിയോടെ സമാധാനിപ്പിച്ചു. നീ ഈ അങ്കിയെക്കുറിച്ച് സംശയം ചോദിച്ചില്ലായിരുന്നോ? ദാ സ്റ്റീഫന്റെ വസ്ത്രം നോക്കൂ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ച ഒരു പ്രത്യേക അങ്കയാണ്. ഇത് പ്രതിനിധീകരിക്കുന്നത് കർത്താവിലുള്ള വിശ്വാസത്തെയാണ്. രക്തസാക്ഷി എന്നാണ് അറിയപ്പെടുന്നത്. ഞങ്ങൾ വിശ്വാസത്തിന്റെ അടയാളവുമാണ്. അതുകൊണ്ടാണ് എൻ്റെ ഈ വസ്ത്രത്തിൽ ഒരു ചുമന്ന കളർ. ഈ ചുമന്ന നിറം കർത്താവിന്റെ വേലയ്ക്കായി ചൊരിഞ്ഞ രക്തമാണ്. സ്റ്റീഫനെയാണ് ആദ്യത്തെ രക്തസാക്ഷി എന്ന് അറിയപ്പെടുന്നത്. ലൂക്ക, നമ്മൾ ബൈബിളിൽ നോക്കുവാണെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 7:55 ഈ വാക്യം നമുക്ക് കാണാൻ സാധിക്കും. അവനു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അതാണ് എൻ്റെ ജീവിതത്തിലെ അവസാന നിമിഷം. ഞാൻ യേശുവിനുള്ള വിശ്വാസത്തിനായി കുറെ സഹിക്കുകയും അനുഭവിക്കുകയും ചെയ്തു. അന്നാളിൽ കുറെ പേർ കർത്താവിനോട് എതിരായിരുന്നു. അത് തന്നെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനിയായി ജീവിക്കുവാനും യേശുവിൽ വിശ്വസിച്ച് ജീവിക്കുവാനും കുറെ പേർ കഷ്ടപ്പെട്ടു. അത് ശരിയാണ്. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതൽ അറിയണ്ടേ? എൻ്റെ ജീവിതത്തിൽ തികച്ചും വ്യത്യസ്തമായിരുന്നു. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നു. ഞാൻ ഒരു ദൈവവേലക്കാരനായി തീർന്നു. യേശുവിൻ്റെ പിൻഗാമിയായി. ദൈവത്തിൻ്റെ കരങ്ങളിലെ ശക്തിയുള്ള ഒരു ഉപകരണമാണ് ഞാൻ. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ചെയ്ത അത്ഭുതങ്ങളെ കണ്ട് കുറേ പേർ യേശുവിനെ സ്വീകരിച്ചു. എതിർപ്പുകളും ഞാൻ കണക്കാക്കിയിട്ടേയില്ല. കാരണം ഒരു ദിവസം ഞാൻ പുതിയ യെരുശലേമിൽ വന്ന് ദൈവത്തിന്റെ കൂടെ നിത്യതയോളം ജീവിക്കും. അത് നടന്നു. ഭൂമിയിൽ എൻ്റെ ജീവിതം അവസാനിച്ചപ്പോൾ ഏറ്റവും പേടിപ്പിക്കുന്ന അനുഭവത്തിലൂടെ ഞാൻ കടന്നുപോയപ്പോഴും പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നു. സ്വർഗത്തിൽ യേശു എനിക്കായി കാത്തിരിക്കുന്നത് കാണിച്ചു തന്നു. അതുകൊണ്ട് തന്നെ ശത്രുക്കൾ എന്നെ ഉപദ്രവിച്ചപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല. ഞാൻ എൻ്റെ കണ്ണുകൾ അടച്ചു ഉറക്കത്തിലേക്ക് പോയി. ഞാൻ എൻ്റെ കണ്ണു തുറന്നപ്പോൾ എന്നെ പൂർവ്വസ്ഥിതിയിൽ കാണുവാൻ സാധിച്ചു. യേശു എൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നു. ഈ യെരുശലേം കവാടത്തിൽ എന്നെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലത്തേക്ക് എപ്പോഴും വരുന്നത്. ഇവിടെ വരുമ്പോൾ കർത്താവ് എനിക്ക് എത്ര നല്ലവനാണെന്ന് ഓർമ്മ വരുന്നു. കർത്താവ് തന്നെയാണ് എനിക്ക് അങ്ങേ തന്നത്. എനിക്ക് ലഭിച്ച ബഹുമാനത്തിന് ഞാൻ അർഹനല്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്ത് വ്യത്യസ്തതയുള്ള കഥയാണ് സ്റ്റീഫൻ. കർത്താവിന് വേണ്ടി എന്തൊക്കെ അനുഭവിച്ചു. നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതൽ പഠിച്ചു. ദൈവത്തിൻ്റെ വിശ്വസദാസന്മാരായിരിക്കുമ്പോൾ എങ്ങനെയാണ് അവരെ സംരക്ഷിക്കപ്പെടുന്നത്, എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് അവരുടെ കൂടെ നടക്കുന്നത്. സ്റ്റീഫൻ, അങ്ങയുടെ വിലയേറെ സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിൽ നന്ദി. നിങ്ങളെ കാണാൻ സാധിച്ചതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരും. നമുക്ക് ഇനിയും കാണാം. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് ഒറേൽ? ഇതൊരു ആത്മീയമായിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു. ഇതുപോലെയുള്ള സംസാരത്തിലൂടെ ഞാൻ പലതും പഠിച്ചു. ഇനി അടുത്താരാണ്? നമുക്ക് പോകാം. വരൂ ലൂക്ക, നമുക്ക് യാത്ര തുടരാം.